ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കർമ്മ അവസാനിച്ചുവോ, എന്താണ് ഇനിയും കർമ്മയുണ്ടോ, അല്ലെങ്കിൽ കർമ്മ അവിടെ അവസാനിച്ചുവോ എന്നുള്ള റീഡിംഗാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ഓൾറെഡി ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിലായിരിക്കും, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ പേഴ്സൺസിനോ അല്ലെങ്കിൽ ഓൾറെഡി ഒരാളുമായിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിലേക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ദിസ് ഈസ് യുവർ കർമ്മ തന്നെയാണ്, കർമ്മ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് എന്താ പറയുക, എല്ലാവരെയും ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല സൊസൈറ്റിക്ക് മുമ്പിലും എല്ലാം ഒരു രീതിയിൽ നോക്കുമ്പോൾ. ഓക്കെ, ഈ ഒരു കർമ്മ റിലേഷൻ ഭയങ്കരമായിട്ട് നിങ്ങളെ വലയ്ക്കും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ലൈഫിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സന്തോഷവും അത്തരത്തിലുള്ളൊരു എനർജിയൊക്കെ തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. സോ പോകെ 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 അതിൻ്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ, ഈ ഒരു കർമ്മ റിലേഷൻഷിപ്പ് ഒരുപാട് നിങ്ങളെ വലയ്ക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതൊരു കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു റിലേഷൻഷിപ്പാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ചെറുതിലേക്ക് എല്ലാവർക്കും ഓരോരോ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതൊന്നും വലിയൊരു എന്താ പറയുക, ഡിവൈൻ റിലേഷനോ കർമ്മ റിലേഷനോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇത് കർമ്മയാണ്. ഇവിടെ കാണിക്കുന്നതുകൊണ്ട് കർമ്മ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, കർമ്മ അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പ് വല്ലാതെ നിങ്ങളെ വലയ്ക്കുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങളുടെ എനർജിയാണ് കൂടുതലുമായിട്ട് എനിക്കിവിടെ കിട്ടുന്നത്. മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്നതാണ് നിങ്ങളുടെ എനർജിയിലേസിന് എനിക്ക് കിട്ടുന്നത്. സോ അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഏറെക്കുറെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അതൊട്ടും തന്നെ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ഭാഗം നോക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കൂളായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റിലേഷൻ അല്ല, അവരുടെ കാര്യങ്ങളിൽ കൂളായിട്ട് അവരതെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നത്. ബിക്കോസ് ഇത് നിങ്ങളുടെ കർമ്മയാണ്, അവരുടെ കർമ്മയല്ല. ഏറെക്കുറെ പേർക്കും ഇത് നിങ്ങളുടെ കർമ്മ അനുസരിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ഏറെക്കുറെ പേരും വിഷമത്തോടെ ആണെങ്കിലും അല്ലെങ്കിൽ കുറേ പേർക്ക് ദേഷ്യത്തോടൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, അവർക്കിതൊരു വിഷയമേ അല്ലാത്ത രീതിയിലാണ് അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾ അവരോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരുപാട് ഇംബാലൻസ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. സോ എന്തെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ളൊരു എനർജി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം അറിയുന്നില്ല, നിനക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കണം. ആ സാഹചര്യങ്ങളെ മുമ്പോട്ടിട്ടിട്ട് അവർ എന്താ പറയുക, ഇങ്ങനൊരു സിറ്റുവേഷനെ തടി തപ്പുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ എനിക്ക് എനർജി കിട്ടുന്നതാണ് ഫാൾസ് ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിം എനർജി പോലെ തന്നെ നിങ്ങളെ തോന്നിപ്പിക്കും, പക്ഷെ അത് ഫാൾസ് ട്വിൻ ഫ്ലെയിംസ് ആണ്. ബിക്കോസ് ഈ ഒരു ഫാൾസ് ട്വിൻ ഫ്ലെയിംസ് നിങ്ങളുടെ ഇതിൽ വന്ന് അത് അവസാനിച്ചു പോകും. എന്നാൽ മാത്രമാണ് ചില വ്യക്തികൾക്ക് അവിടെ റിയൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ എൻട്രി അവിടെ ഉണ്ടായിരിക്കുള്ളൂ. കുറേ പേർക്കല്ലാട്ടോ, എല്ലാവർക്കല്ല ഞാൻ പറയുന്നത്. കുറച്ച് പേരെ എനർജിയിൽ എനിക്ക് കാണുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. കുറച്ച് പേർക്ക് ഇത് ഫാൾസ് ട്വിൻ ഫ്ലെയിം ആണ്. അത് ഏറെക്കുറെ അവിടെ ഒരുപാട് എന്താ പറയുക, ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളും അതിനൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പോകെ പോകെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ആയിക്കഴിഞ്ഞു. ഓക്കെ, സോ കുറേ പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയും കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ എനർജി ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫുള്ളി എന്താ പറയുക ഡിപ്പെൻഡഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റാത്ത മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയാണ്
ഈ ഒരു എനർജി എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. നിങ്ങൾ രണ്ടുപേരും അടുക്കാനായിട്ട് ശ്രമിക്കും തോറും അകലുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് ഇടയിൽ തന്നെ ഒരു ബ്ലോക്കായിട്ട് ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ എത്രത്തോളം അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ എന്തോ ഒരുമാതിരി അകൽച്ച നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കർമ്മ റിലേറ്റഡ് ആണ്. ഈ കർമ്മ റിലേറ്റഡിൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മെയിൻ കാണിക്കുന്നത് അവിടെ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ആ മാറ്റങ്ങൾ ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് നിങ്ങൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതിൽ മാത്രം എന്താ പറയുക, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രമായിരിക്കും ആ ഒരു അവസാനം വരെ തിങ്ക് ചെയ്യാനുണ്ടായിരിക്കാം. കെടുക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഉറങ്ങാൻ പറ്റാതെ അത് തന്നെ ആലോചിച്ച് ഡിപ്രഷൻ രീതിയിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരെ എനർജി ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു വലച്ചിൽ നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട് മെയിനായിട്ട്. ഓക്കെ, പക്ഷെ അവരുടെ എനർജിയിൽ അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് വളരെ നല്ല പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ പേരുടെ എനർജീസിൽ ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. ബട്ട് നിങ്ങൾക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. കാരണം അവരെപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കണം. അവരുടെ എന്താ പറയുക, അവരുടെ സ്നേഹം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ എത്രത്തോളം നിങ്ങൾ അടുക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അകന്നകന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. സോ ഇവരെ നേടിയെടുക്കുക എന്നുള്ളത്, അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. കർമ്മ റിലേറ്റഡ് റിലേഷൻഷിപ്പായിട്ട് വരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയൊക്കെ ചിന്തിച്ചാലും നിങ്ങൾക്ക് അതിനെ വിട്ട് കളയാനും പറ്റില്ല, എന്നാൽ കൂടെ ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കും. വലയ്ക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിനും നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഈവൻ നിങ്ങളെ ഫാമിലിയെ പോലും, ചിലവർക്ക് മക്കളുടെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരെക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു പേഴ്സണ്, അത് നിങ്ങൾ പോലും അറിയാതെ അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ സോഷ്യൽ മീഡിയാസ് വഴി കണ്ട് പരിചയമായിട്ടുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഓൺലൈൻ വഴി പരിചയമായിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട്. കുറേ പേർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു എനർജീസും കാണുന്നുണ്ട്. ഈ രണ്ട് എനർജിയാണ് ഏറ്റവും കൂടുതൽ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേരുടെ എനർജീസിൽ എന്തുകൊണ്ടോ എനിക്ക് വരുന്ന നമ്പേഴ്സ് 25, 16, 15, 28, 12, 24, 34 എന്നുള്ള സംഖ്യകളാണ് എനിക്കിവിടെ ഏറ്റവും കിട്ടുന്നത്. മേ ബി അത് നിങ്ങളുടെ ഏജോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഡേറ്റോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിൻ്റെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 28 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 28 എന്ന് പറയുമ്പോൾ നമുക്കത് 10 എന്നും കൂടിയും കൂട്ടാം. അതായത് 10-ാം തീയതി എന്ന് പറയാം. 12 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 3 എന്നും കൂടി പറയാം. എനർജി കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ കുറേ പേരുടെ കർമ്മ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ കാണിക്കുന്നത് കുറച്ച് പേർക്ക് ഇവിടെ കർമ്മ അവസാനിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കുറേ പേരുടെ വന്നിട്ടുള്ളത് ഇതൊരു ഫാൾസ് ട്വിൻ ഫ്ലെയിംസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനും എനിക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ആവുമ്പോൾ നമ്മൾ ഏറെക്കുറെ പേർക്കും അവിടെ ഭയങ്കര സന്തോഷമാണ്. പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മളുടെ കർമ്മ അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കർമ്മ നമ്മളെ ലൈഫിലേക്ക് വന്ന് അത് അവസാനിച്ച് കഴിഞ്ഞാൽ അത് പോകേണ്ട ബന്ധമാണ്. അപ്പോൾ എല്ലാവർക്കും അല്ലാട്ടോ ഞാൻ പറയുന്നത്, എനിക്കിവിടെ 35% ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ കർമ്മ അവസാനിച്ചതുള്ളതായിട്ട് കാണിക്കുന്നത്. ഓക്കെ,